Hi everyone, I am Malavika, OET trainer at Learn and Grow Academy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു OET റൈറ്റിംഗ് ആണ്. നമ്മളൊരു കേസിനോട് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ലെറ്റർ ആണ്. എങ്ങനെയാണ് ആ ലെറ്റർ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ റൈറ്റിംഗ് ടാസ്ക് വായിക്കാം, അതിനുശേഷം ആ കേസ് നോട്ടിലെ ഡീറ്റെയിൽസ് വായിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ലെറ്റർ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So, using the information in the case notes, write a letter to the Director, Community Child Health Service, 41 John Street, Ekibin, requesting follow-up of this family. So, നമ്മൾ ഫസ്റ്റ് ഒരു ലെറ്റർ കിട്ടുവാണെങ്കിൽ നമ്മൾ നോക്കണം വെദർ ഇറ്റ് ഈസ് എ നോൺ ഓർ അൺനോൺ കേസ്. സോ നോൺ കേസ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുന്ന ഡീറ്റെയിൽസ് എന്താണ്? പേഷ്യൻസ് GP അല്ലെങ്കിൽ ഫാമിലീസ് GP എന്ന് ഉള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടോ? സോ ഇതിനകത്ത് അങ്ങനെയൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ദെൻ അഡ്രസ്സ് സിമിലർ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ബാക്ക് എന്നുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടോ നോക്കണം. സോ ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഓൾസോ നമ്മൾ GP അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ഓൺ ആയിട്ടുള്ള പേഷ്യൻസ് GP അല്ലെങ്കിൽ പേഷ്യൻസ് ഫാർമസിസ്റ്റ് പേഷ്യൻ്റെ ഓൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർക്കോ ഒന്നും അല്ല നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. സോ ദിസ് ഇസ് ആൻ അൺനോൺ കേസ്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ദാറ്റ് ഈസ് ടു ദ ഡയറക്ടർ കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് സർവീസ്. ടു ദ ഡയറക്ടർ കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് സർവീസിൻ്റെ ഡയറക്ടർക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. ദെൻ എന്താണ് ഇവിടുത്തെ പർപ്പസ്? ഫോളോ അപ്പ് ഓഫ് ദിസ് ഫാമിലി. ഈ ഫാമിലിക്ക് വേണ്ട ഫോളോ അപ്പ് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കേസിനോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ടുഡേയ്സ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 25/7/2012. ദെൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നോട്ട്സിൽ വാമുയ ഒബേക്കി വാസ് അഡ്മിറ്റഡ് ത്രൂ ദ ചിൽഡ്രൻസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അക്യൂട്ട് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് ആസ് എ റിസൾട്ട് ഓഫ് കോംപ്ലിക്കേഷൻ ഫോളോയിങ് മംസ്. സോ വാമുയ ഒബേക്കി എന്ന് പറയുന്ന ഒരു ചൈൽഡിനെ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് അക്യൂട്ട് മെനിഞ്ചോഎൻസെഫലൈറ്റിസ്. സോ ഡയഗ്നോസും തന്നിട്ടുണ്ട് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് കോംപ്ലിക്കേഷൻ ഫോളോയിങ് മംസ്. ദെൻ പേഷ്യൻറ്റ് ഹിസ്റ്ററിക്കകത്ത് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ദാറ്റ് ഇസ്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്, അഡ്മിറ്റഡ് 15th July 2012 കൊടുത്തിട്ടുണ്ട്, ജെൻഡർ കൊടുത്തിട്ടുണ്ട്, മെയിലാണ്. സോ ഇതിനകത്ത് അഡ്രസ്സും ഫോൺ നമ്പറൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ടുഡേയ്സ് ഡേറ്റ് വേണം, നമുക്ക് ഡയഗ്നോസിസ് വേണം, അതുപോലെ തന്നെ അഡ്മിഷൻ ഡേറ്റ് വേണം, ദെൻ ജെൻഡർ വേണം. ദെൻ ഡിസ്ചാർജ്ഡ് ഡേറ്റ് 25th July 2012 ആണ്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കൺട്രി ഓഫ് ബർത്ത് സുഡാൻ, അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് ഇറലവൻ്റ് ആണ്. ഡയഗ്നോസിസ് എന്താണ്? അക്യൂട്ട് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് ആണ് കൊടുത്തിട്ടുണ്ട്. ദെൻ സോഷ്യൽ ഹിസ്റ്ററിക്കകത്ത് കൊടുത്തിരിക്കുന്നത് പേരൻസ് മിറി ആൻഡ് അബ്ദുള്ള ഒബേക്കി റെഫ്യൂജീസ് അറൈവ്ഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ 2012. അപ്പോൾ ഈ കുട്ടിയുടെ പേരൻസ് ദേ ആർ റെഫ്യൂജീസ് അറൈവ്ഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ 2012. എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അബ്ദുള്ള, ദാറ്റ് ഇസ് ഫാദർ ഒരു ഫാക്ടറി വർക്കറാണ്. Then Miri is a housewife, that is mother housewife ആണ്. അക്കോമഡേഷൻ റീസെൻ്റ്ലി മൂട്ട് റെൻ്റൽ അക്കോമഡേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ GP നോ ഫാമിലി ഡോക്ടർ, ഇവർക്ക് ഫാമിലി ഡോക്ടർ ഇല്ല. ദെൻ സിബ്ലിങ്സ് ഉണ്ട്, 2-year-old ബ്രദർ, ഈ കുട്ടിക്ക് ഒരു 2-year-old ബ്രദർ ഉണ്ട്. ദെൻ ലാംഗ്വേജസ് നോൺ എന്ന് പറയുന്നത് ഡിങ്ക ആൻഡ് അറബിക് ആണ് അവരുടെ നോൺ ലാംഗ്വേജ്. സോ ഇൻ്റർപ്രിറ്റർ നീഡ്സ്, അതായത് ഈ കുട്ടിയുടെ ഫാദറിന് ഇംഗ്ലീഷിന് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ, ഇംഗ്ലീഷ് ലാംഗ്വേജിന് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. സോ ദേ റിക്വയർ ആൻ ഇൻ്റർപ്രിറ്റർ അഡ്വൈസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ആ കുട്ടിയുടെ ഫാദർ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ഹിസ്റ്ററിയാണ്, അതായത് പേരൻസ് സ്റ്റേറ്റ് ദാറ്റ് ബോത്ത് ചിൽഡ്രൻ ഹാഡ് സം കൈൻഡ് ഓഫ് വാക്സിനേഷൻ അറ്റ് ബർത്ത് ബട്ട് ദ വാക്സിനേഷൻ റെക്കോർഡ് ഹാസ് ബീൻ ലോസ്റ്റ്. പേരൻസ് ആർ അൺഅവെയർ ഓഫ് വാക്സിൻ ഫോർ മംസ്. സോ ഇവർക്ക് സം കൈൻഡ് ഓഫ് വാക്സിൻസ് ബർത്തിൽ കുറച്ച് വാക്സിൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അവരുടെ വാക്സിനേഷൻ ഹിസ്റ്ററി ഇസ് ലോസ്റ്റ്, അൺനോൺ ആണ്. അതുകൊണ്ട് വാക്സിനേഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പേരൻസിന് അറിയില്ല. സോ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസും കൊടുക്കണം. ദെൻ ഈ കുട്ടി ഫുള്ളി റിക്കവേർഡ് ആണ് മംസിൽ ആൻഡ് ഓൾസോ അക്യൂട്ട് മെനിഞ്ചോഎൻസെഫലൈറ്റിസ്. ദെൻ വിൽ നീഡ് അഡ്വൈസ് ഓൺ റെക്കമെൻഡഡ് വാക്സിനേഷൻസ് ഫോർ ബോത്ത് ചിൽഡ്രൻ. അതായത് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? വാക്സിൻസിനെ കുറിച്ച് അഡ്വൈസ് കൊടുക്കണം ആൻഡ് ഓൾസോ വിൽ നീഡ് ന്യൂറോളജിക്കൽ ചെക്കപ്പ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു ലെറ്ററിനെ ഫോമാറ്റ് ചെയ്ത് എഴുതേണ്ടതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡേറ്റ് എഴുതണം അല്ലേ? ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഡിസ്ചാർജ് ഡേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് 25 July 2009. ദെൻ അഡ്രസ്സ് എന്താണ്? ദ ഡയറക്ടർ. ഇവിടെ ദ ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോൺ സ്മിത്ത് ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ GP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ ജോൺ സ്മിത്ത് ജനറൽ പ്രാക്ടീഷണർ എന്നേ കൊടുക്കത്തുള്ളൂ. ഇനി നെയിം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ദ ഡയറക്ടർ
എന്നാണ് കൊടുക്കുന്നത്. സോ ഇവിടെ എന്താണ് അഡ്രസ്സ് വരുന്നത്? ദ ഡയറക്ടർ, കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് സർവീസ്, 41 ജോൺ സ്ട്രീറ്റ്, എക്കിബി. ഇങ്ങനെയാണ് വരുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് പേഷ്യൻറ്റിൻ്റെ റെഫറൻസ് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കുക? പേഷ്യൻറ്റിനെ റെഫറിങ് വാമുയ ഒബേക്കി, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ഏജ്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിരിക്കുന്നത് 23 മെയ് 2015. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിയർ സാർ ഓർ മാഡം കോമ വേണം. ഇൻ കേസ് നമ്മളിവിടെ ഡിയർ സാർ ഓർ മാഡം കഴിഞ്ഞ് കോമ ഇടുന്നുണ്ടെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ടും കോമ ഇടണം, ലാസ്റ്റ് കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് എഴുതുമ്പോഴത്തേക്കും. ദെൻ ഫസ്റ്റ് നമ്മുടെ പർപ്പസ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് വരുന്നത്? സോ ദിസ് ഇസ് എ റെഫറൽ ലെറ്റർ. ഇതൊരു റെഫറൽ ലെറ്ററാണ്. ഈ വാമുയ ഒബേക്കി എന്ന് പറഞ്ഞ ചൈൽഡിനെ നമ്മൾ റെഫർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ വരും. ഐ എം റൈറ്റിംഗ് ടു റെഫർ വാമുയ ഒബേക്കി ഹു ഈസ് റിക്കവറിംഗ് ഫ്രം അക്യൂട്ട് meningoencephalitis. Okay, he and his family requires follow-up of their immunization program. He is set to be discharged today. So നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പർപ്പസ് പാരഗ്രാഫ് എന്നാണ് പറയുന്നത്. എന്തെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു? ഡയഗ്നോസിസ് കൊടുത്തു, അതുപോലെ തന്നെ അവരുടെ ഡിസ്ചാർജ് ഡീറ്റെയിൽസ് കൊടുത്തു, വെദർ ദേ ആർ ഡിസ്ചാർജിങ് ഓർ നോട്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്, എന്ത് പർപ്പസാണ്, എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് വരുന്നത്? പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററീസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. സോ വാമുയ വാസ് അഡ്മിറ്റഡ് ഓൺ 15 July 2009 with the complaints of mumps which progresses to the diagnosis. ഓക്കെ, സോ മംസ് ആയിട്ടാണ് വന്നത്. അങ്ങനെ മംസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അക്യൂട്ട് meningoencephalitis ആയി. Then his hospitalization was uneventful and is completely recovered from mumps. Okay, completely recovered ആണ് എന്ന് പറയുന്നുണ്ട്. His parents states that they are unaware about vaccination program and got confused about their children's vaccination status as they lost their baby's vaccination records. In addition, they does not have a family doctor. This may be the reason for his referral. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിനകത്ത് കൊടുക്കുന്നത്. അതായത് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അഡ്മിഷൻ ആയത്, ഈ കുട്ടീനെ എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്തത്, ആൻഡ് ഓൾസോ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, റിക്കവറി സ്റ്റാറ്റസ്, ആൻഡ് ഓൾസോ അവരുടെ വാക്സിനേഷൻ ഹിസ്റ്ററി ലോസ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാമിലി GP ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടിയെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ്? പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി. തേർഡ് പാരഗ്രാഫ് എന്നത് പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആണ്. അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, ദെൻ അബൌട്ട് എനി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററീസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡീറ്റെയിൽസ് എല്ലാമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. വാമുയ ലീവ്സ് വിത്ത് ഹിസ് ബ്രദർ ആൻഡ് പേരൻസ് ഹു ആർ റെഫ്യൂജീസ് ആൻഡ് അറൈവ്ഡ് ടു ഓസ്ട്രേലിയ. സോ അവർ റെഫ്യൂജീസ് ആണ്, നമ്മളത് പറയണം. ദേ ലീവ്സ് ഇൻ എ റെൻ്റൽ അക്കോമഡേഷൻ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഫാദേഴ്സ് ഏർണിംഗ്. ഓക്കെ, ഫാദറാണ് ഇവിടുത്തെ ഒരേ ഒരു ഏർണിംഗ് മെമ്പർ. ഹിസ് പേരൻസ് ഹാവ് ഓൺലി ബേസിക് നോളജ് ഇൻ ഇംഗ്ലീഷ്, ദസ് റിക്വയർ ആൻ ഇൻ്റർപ്രറ്റർ. സോ ഇവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റർപ്രറ്റർ വേണം, ബിക്കോസ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി, പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററിയിൽ എഴുതുന്നത്. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ് എന്താണ്? റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പ്ലാനിനകത്ത്, അതായത് ഈ പേഷ്യൻറ്റിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്, ഇതെല്ലാമാണ് ഡിസ്ചാർജ് പ്ലാനിനകത്ത് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ എഴുതുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് വുഡ് ബി അപ്രിഷിയേറ്റഡ്, നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ കൈൻഡ്ലി അറേഞ്ച്, ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ് വുഡ് ബി അപ്രിഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് എ ന്യൂറോളജിക്കൽ ചെക്കപ്പ് ഫോർ വാമുയ ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ടീവ് സർവീസസ്. ഓക്കെ, വാമുയയ്ക്ക് ഒരു ന്യൂറോളജിക്കൽ ചെക്കപ്പും വേണം, അതുപോലെ തന്നെ സപ്പോർട്ടീവ് സർവീസസും വേണം. ദെൻ പ്ലീസ് നോട്ട് it should be important. Please note, it is important to educate his parents regarding complete immunization program for both children. പേരൻസിനെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ പറ്റി എന്താണ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവയർനെസ് കൊടുക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ it would be appreciated if you could provide a neurological checkup for Vamuya and provide supportive services. Please note, educating his parents regarding complete immunization program for both children is ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ കൊടുക്കുന്നത്. ദെൻ ഫൈനലി നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യും. ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ, യുവേഴ്സ് സിൻസിയർലി രജിസ്റ്റേർഡ് നഴ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലെറ്റർ ഫോർമാറ്റ് വരുന്നത്.
സോ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതും, അതിനുശേഷം അഡ്രസ്സ്, ദെൻ സാലറ്റേഷൻ, റെഫറൻസ്. ഫസ്റ്റ് പാരഗ്രാഫ് പർപ്പസ് പാരഗ്രാഫാണ്. സെക്കൻഡിൽ നമ്മൾ പ്രസൻറ്റ് മെഡിക്കൽ കംപ്ലയിൻസ്, അഡ്മിഷൻ ഡീറ്റെയിൽസും ഹോസ്പിറ്റലൈസേഷനും ഒക്കെ എഴുതും. തേർഡിൽ നമ്മൾ പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എഴുതും. ദെൻ കംസ് ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ, ദെൻ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആണെന്നുള്ളത് നമ്മൾ എഴുതും. ഇത്രയും കാര്യങ്ങളാണ് ഒരു OET ലെറ്ററിൽ നമ്മൾ എഴുതുന്നത്. സോ ഇതൊരു ചെറിയ കേസ് നോട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു.